ഹായ്. ഞങ്ങളിന്ന് വളരെ ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ എന്തെങ്കിലും വേഗം ഉണ്ടാക്കണ്ടേ പറഞ്ഞിട്ട് ഞാൻ ഇഡ്ഡലിയാണ് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഡ്ഡലി വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബോയിൽഡ് എഗ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എഗ്ഗ് നന്നായി മാഷ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് മയോണൈസ്, പാല്, ഉപ്പ്, പഞ്ചസാര, കുരുമുളക് വേണമെങ്കിൽ കുരുമുളകും ഇട്ട് നന്നായി ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. എന്നിട്ട് അത് ടോസ്റ്റ് ചെയ്യാത്ത ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് മോനോട് ചോദിച്ചപ്പോൾ ആൾക്ക് സ്ക്വയർ ഷേപ്പാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നാലെ നിൽക്കേണ്ട ആവശ്യമില്ല. മോനിത് ഭയങ്കര ഇഷ്ടമുള്ള സാൻഡ്വിച്ചാണ്, തനിയെ കഴിച്ചോളും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലഞ്ചിന് ഇഡ്ഡലിയും പൊടിയാണ് മോന് കൊടുത്തയച്ചത്, ഹസ്ബൻഡിന് ചട്നിയാണ് കൊടുത്തയച്ചത്. പിന്നെ സ്നാക്കായിട്ട് പെയറാണ് കൊടുത്തയച്ചത്. മോന് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒക്കെ വേഗം വേഗം ചെയ്യണം. അപ്പോൾ ഇന്ന് ഡിന്നറിന് പുട്ടും സോയാബീൻ വരട്ടിയതുമാണ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ കയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് വഴറ്റി മാറ്റിയെടുത്തു ആദ്യം. അത് കഴിഞ്ഞ് ഉള്ളി നന്നായി വഴറ്റി ബ്രൗണായി വരുമ്പോൾ കറിവേപ്പില, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി പൊടികളും ഇട്ട് നന്നായി വഴറ്റുക. അത് കഴിഞ്ഞിട്ട് കെച്ചപ്പ് ഒഴിക്കുക, ചൂടുവെള്ളം ഒഴിക്കുക, സോയാബീൻ ഇടുക, നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലാക്കി വരട്ടി എടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്കിന്ന് നെയ്പ്പായസം കഴിക്കാൻ തോന്നിയിട്ട് അതുണ്ടാക്കി. എനിക്ക് ഈ നെയ്പ്പായസം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ പണ്ട് പഠിച്ച മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം എന്നുള്ള ചെറുകഥയാണ് കേട്ടോ ഓർമ്മ വരിക. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂട്ടി ഞങ്ങളിന്ന് ഡിന്നർ കഴിച്ചു. അപ്പോൾ നാളെ കാണാം.